ജപ്തി നടപടികൾ നിർത്തിവയ്ക്കാൻ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം. കർഷക ആത്മഹത്യകൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. കർഷക ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. ഈ മാസം 12-ന് റിസർവ് ബാങ്കും നബാർഡുമായും സഹകരണ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചർച്ച നടത്തും. ഇതെല്ലാം തന്നെ നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃഷിക്കാരന്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല. കാർഷിക വായ്പ എടുത്തവർ മാത്രമല്ല, മറ്റു വായ്പകൾ എടുത്ത കർഷകരും കടക്കണിയിൽ കുടുങ്ങിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ. സർഫാസി ആക്ട് അനുസരിച്ചുള്ള ജപ്തി നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിനാവശ്യമായ രീതിയിലുള്ള ശക്തമായ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് 6-ാം തീയതി ബാങ്കുകളുടെ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കുകളുടെ നോട്ടീസ് കിട്ടുമ്പോഴേക്കും ദയവായി കർഷകർ ഭയവിഹ്വലരാവേണ്ട കാര്യമില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തെ തുടർന്ന് കാർഷിക വായ്പകൾക്ക് നേരത്തെ 1 വർഷത്തെ മൊറട്ടോറിയം ബാങ്കുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഇളവ് കർഷകരുടെ എല്ലാ വായ്പകൾക്കും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനിടെ വീണ്ടും നോട്ടീസുകൾ അയച്ച സഹകരണ ബാങ്കുകൾ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ സർഫേസി നിയമപ്രകാരം നോട്ടീസ് പരസ്യപ്പെടുത്തി. കാർഷിക പ്രതിസന്ധി തടയാൻ സർക്കാർ നടപടി തുടരുന്നതിനിടെയാണ് സർഫേസി നിയമപ്രകാരം ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് കടന്നത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ ജപ്തി അറിയിച്ച് പത്രപരസ്യം നൽകി. കാർഷിക മേഖല ഇപ്പം നമുക്കറിയാം, മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ കാർഷിക മേഖല ഭീകരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളായി മുന്നോട്ട് പോകുന്നത്. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് 6 കർഷകർ കടക്കണി മൂലം ജീവനൊടുക്കിയിരുന്നു. പ്രളയക്കെടുതിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ഇത് ബാധകമല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ വയനാട്, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സർഫേസി നിയമപ്രകാരം കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥി പട്ടികയായി. തിരുവനന്തപുരത്ത് C. ദിവാകരൻ സ്ഥാനാർത്ഥിയാകും. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യുവും മത്സരിക്കും. PP സുനീറാണ് വയനാട്ടിൽ മത്സരിക്കുക. തിരുവനന്തപുരത്ത് ചേർന്ന CPI എക്സിക്യൂട്ടീവിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പാർട്ടി അറിയിച്ചതായി തൃശൂരിലെ സിറ്റിംഗ് MP CN ജയദേവൻ പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് പേര് നിർദ്ദേശിച്ചിരുന്നു. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ തന്നെയാണ് നിർദ്ദേശം വെച്ചത്, ഞാൻ മാറി രാജാജി മാത്യു തോമസ് ആകട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും തൃശ്ശൂർ പുതിയ സാഹചര്യങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് രാജാജി മാത്യു തോമസ് ആകുമ്പോൾ അദ്ദേഹം പക്കാ ഒരു മതേതരത്വ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. തിരുവനന്തപുരത്തെ മത്സരം വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നുവെന്നും വിജയിക്കുമെന്ന ഉറപ്പുണ്ടെന്നും C. ദിവാകരൻ പറഞ്ഞു. ഞാൻ എന്ന് ഏത് വെല്ലുവിളി ഏറ്റെടുക്കും? എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഏത് വെല്ലുവിളി ഏറ്റെടുക്കും? ഇവിടെ എന്നെ അവസാനമായി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ച ചെയ്യാതെ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിഞ്ഞു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ മുതിർന്ന നേതാക്കൾ പരിഗണിക്കും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടി ആലോചിച്ചാവും കരടിന് രൂപം നൽകുക. മത്സരിക്കാനില്ലെന്ന് VM സുധീരൻ യോഗത്തിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. അശ്വതിന്ന് KPCC ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗമാണ് ചേർന്നത്. സ്ഥാനാർത്ഥികളുടെ പേരിലേക്ക് ഈ യോഗം കടന്നില്ല. പൊതുവായ മാനദണ്ഡങ്ങളും മറ്റ് ചർച്ചകളുമാണ് പ്രധാനമായും നടന്നത്. ഇതിനുശേഷം KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ച ചെയ്യാതെ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിഞ്ഞിരിക്കുകയാണ്.
KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടി ആലോചിച്ചാകും കരടിന് രൂപം നൽകുക എന്നാണ് അറിയുന്നത്. കിരൺ ബാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മുന്നണിയിലെ സീറ്റ് തർക്കം സൌകര്യമായി കണ്ട കോൺഗ്രസ് 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 6 മത്സരിക്കണമെന്നതിൽ കോൺഗ്രസിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ്. രണ്ടാം സീറ്റിനായുള്ള കേരള കോൺഗ്രസിന്റെ അവകാശവാദത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി തർക്കവും ഗ്രൂപ്പ് പോരും ഒളിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തിരുവനന്തപുരത്ത് ശശി തരൂർ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളത്ത് KV തോമസ്, കോഴിക്കോട് MK രാഘവൻ ഈ 4 സിറ്റിംഗ് സീറ്റുകളാണ് തർക്കരഹിതം. 2014 വിജയിച്ച വടകരയിൽ സിറ്റിംഗ് MP KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിനില്ല. അന്തരിച്ച MI ഷാനവാസിന്റെ മണ്ഡലമായിരുന്ന വയനാട്ടിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കെതിരെ DCC തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയതല സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തിരക്കുകൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയാകും. ഇതിനു പുറമെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം. കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് K സുധാകരന്റെ തീരുമാനം നിർണായകമാകും. ആറ്റിങ്ങൽ, ഇടുക്കി, തൃശൂർ, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ, കാസർഗോഡ് തുടങ്ങിയ സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. ഗ്രൂപ്പ്, ജാതി, മത സമവാക്യങ്ങൾക്കൊപ്പം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ള വനിതാ, ചെറുപ്പക്കാർ എന്നിവ കൂടി പരിഗണിച്ചു വേണം ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. ഇതിനൊപ്പം ചില മണ്ഡലങ്ങൾ വച്ചുമാറുന്നത് സംബന്ധിച്ച ഗ്രൂപ്പ് തർക്കവും ഉണ്ടായിട്ടുണ്ട്. I ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിനായി A ഗ്രൂപ്പ് ചരടുവലി നടത്തുന്നുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സാവകാശമായിട്ടാണ് മുന്നണിയിലെ പ്രശ്നങ്ങളെ കോൺഗ്രസ് കാണുന്നത്. അവകാശവാദങ്ങൾ എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന ദിവസം വരെ നീളും ചില സീറ്റുകളിലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. PJ ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് KM മാണി. കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും കേരള കോൺഗ്രസിൽ തുടരുകയാണ്. മത്സരിക്കുമെന്ന് PJ ജോസഫ് പലതവണ പറഞ്ഞെങ്കിലും KM മാണിക്കും ജോസ് കെ മാണിക്കും ഒട്ടുമായവില്ല. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണിയുടെ പ്രതികരണവും ഇങ്ങനെ: ഒരു സീറ്റാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? PJ തന്നെ. അത് പാർട്ടി തീരുമാനിക്കട്ടെ. നാളെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യം ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. അല്ല, അവരുടെ ബുദ്ധിമുട്ട് അവർ അറിയിച്ചു, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളും അങ്ങോട്ട് അറിയിച്ചു, നമ്മുടെ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നാളത്തെ ചർച്ചയ്ക്ക് മുൻപ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാണ്. മതമേലധ്യക്ഷന്മാർ വഴിയാണ് നീക്കം തുടരുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും രണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജോസഫ് നൽകുന്നത്. G ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ S. കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം സീറ്റിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും സീറ്റ് നിഷേധിച്ചപ്പോൾ മുന്നണി വിട്ട പാരമ്പര്യം പാർട്ടിക്കുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ജോസ് തെറ്റയിൽ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ജനതാദൾ S സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുകയാണ്. മന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ MLA മാരും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതി യോഗവും ചേരും. 2009 LDFിൽ നിൽക്കുമ്പം സീറ്റ് തരാത്തതിൻ്റെ പേരിൽ പിളർന്ന പാർട്ടിയാണത്. ഞങ്ങൾ സീറ്റ് തരാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് മാത്യു ടി തോമസ് രാജിവെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സൂചന മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഞങ്ങൾ ഉറച്ചു നിന്ന ആൾക്കാരാണ്. കാരണം കഴിഞ്ഞ തവണ സീറ്റ് ഞങ്ങൾക്ക് തന്നതാണ്. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു രീതിക്ക് പോകേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. കോട്ടയം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതായിട്ട് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണെന്നും തീരുമാനമല്ലെന്നും തുഷാർ പ്രതികരിച്ചു. മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നേരത്തെ മുതൽ ഇത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ചില തീരുമാനങ്ങൾ നമ്മൾ പാർട്ടിയുടെയും അതുപോലുള്ള ഘടകകക്ഷികളുടെയൊക്കെ തീരുമാനത്തിൽ മാറ്റേണ്ടി വരുമല്ലോ. അത് വരുന്ന ദിവസങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കും. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. ഈ കേരളത്തിൽ ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പറയുന്നൊരു അഭിപ്രായം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങളാരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ കേരളത്തിൽ ആരും പറയുന്നതും കേട്ടിട്ടില്ല. വെന്തുരുകി കേരളം. ഇന്നും
നാളെയും കോഴിക്കോട്ട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. താപനില 5 ഡിഗ്രി വരെ ഒറ്റയടിക്ക് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. താപനിലയും അന്തരീക്ഷത്തിലെ ബാഷ്പത്തിന്റെ അളവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. നിലവിലുള്ള കൂടിയ താപനിലയിൽ നിന്ന് 5 ഡിഗ്രി വരെ പൊടുന്നനെ ചൂടുയരുകയും താഴുകയും ചെയ്യും. ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും ഇതിന്റെ ഫലമായി താപനില ഉയർന്നേക്കും. കടലിലെ താപനിലയിലെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. അപകട സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ചൂടിനെ പ്രതിരോധിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉഷ്ണതരംഗം നേരിടാൻ നടപടികളുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും കുടിവെള്ള സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം. വെയിലത്ത് സ്കൂൾ അസംബ്ലി ഒഴിവാക്കണം. തൊഴിൽ വകുപ്പിനും പഞ്ചായത്തിനും ജില്ലാ കളക്ടർ സാംബശിവറാവു കർശന നിർദ്ദേശം നൽകി. കണക്ക് നിരത്തി അമിത്ഷാ. ബലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. 250 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറിയില്ലെന്നും കണക്ക് വ്യോമസേന എടുക്കാറില്ലെന്നുമായിരുന്നു എയർ ചീഫ് മാർഷൽ BS ധനോവയുടെ പ്രതികരണം. സൈന്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ബിജെപി ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബലാക്കോട്ടിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് ആദ്യമായാണ് BJP അധ്യക്ഷന്റെ പ്രതികരണം. പുൽവാമ ആക്രമണത്തിന് ശേഷം മിന്നലാക്രമണം ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞു നടന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു. 250 ഭീകരരെയാണ് ഒറ്റയടിക്ക് കൊന്നത്. ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചതുമില്ല. വിംഗ് കമാൻഡർ അഭിനന്ദനെ തിരിച്ചുകൊണ്ടുവന്നത് മോഡിയുടെ ഇച്ഛാശക്തിയാണെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു വ്യോമസേനാ മേധാവി BS ധനോവയുടെ പ്രതികരണം. വ്യോമസേന കണക്കെടുക്കാറില്ല, സർക്കാരാണ് കണക്ക് നൽകേണ്ടതെന്നും ധനോവ പറഞ്ഞു. എയർഫോഴ്സ് is not in a position to clarify that how many people were inside it. That we don't count human casualties. We count what targets have we hit or not hit. ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെപ്പറ്റി പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. All these international agencies are saying that there is no proof of militants being killed at Balakot. Is it that the international media is pro-Pakistan? Is the Prime Minister now going to say that the international media, by saying this, is pro-Pakistan? ബാലാക്കോട്ട് ആക്രമണവും അഭിനന്ദനെ വിട്ടുകിട്ടിയതും പ്രധാനമന്ത്രിയുടെ നേട്ടമായി ഉയർത്തിക്കാണിക്കുക. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക. ദേശീയത ഉപയോഗിച്ചുള്ള BJPയുടെ ഈ പ്രചാരണ തന്ത്രത്തെ ചെറുക്കുകയെന്നതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഡൽഹിയിൽ നിന്ന് M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിവയ്പ് തുടരുന്നു. അഖ്നൂർ മേഖലയിൽ പുലർച്ചെ 3 മണിയോടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ പരസ്പരം വെടിയുതിർത്തു. വോട്ടെടുപ്പ് സാധ്യത വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കശ്മീർ സന്ദർശിക്കും. സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സംഝോത എക്സ്പ്രസ് സർവീസ് പുനരാരംഭിച്ചു. വെടിനിർത്തലിന്റെയും സമാധാനത്തിന്റെയും സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചാണ് പുലർച്ചെ 3 മണിയോടെ പാകിസ്ഥാൻ വെടിവയ്പ് ആരംഭിച്ചത്. അഖ്നൂർ മേഖലയിലായിരുന്നു വെടിവയ്പ്. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചതായാണ് റിപ്പോർട്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന സംഝോത എക്സ്പ്രസ് സർവീസുകൾ ഇന്ന് പുനരാരംഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കും. സമാധാന അന്തരീക്ഷം വിലയിരുത്തിയ ശേഷമാകും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തും. ന്യൂസ് 18, ഡൽഹി. റഫാൽ പ്രസ്താവന ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഫാൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ജാംനഗറിൽ ആവർത്തിച്ചു. ഇന്നലെ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചു. വെടിവയ്പ്പിന് സഹായം നൽകിയ സംഘത്തിലെ ഡോക്ടറെ തിരിച്ചറിഞ്ഞു. ഇയാളുടെ വീടുകളടക്കം 2 കേന്ദ്രങ്ങളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. നടി ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള നെയിൽ ആർട്ടിസ്റ്റ് ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ പ്രാദേശിക സഹായം നൽകിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് കൊല്ലം സ്വദേശിയായ ഡോക്ടറെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. കൊല്ലം അഞ്ചലിലെ ഡോക്ടറുടെ സ്വന്തം വീട്ടിലും കാഞ്ഞങ്ങാട്ടുള്ള ഭാര്യ വീട്ടിലും വെള്ളിയാഴ്ച ഒരേ സമയം പരിശോധന നടന്നു. ഏതാനും ദിവസം മുൻപ് വീട്ടിലെത്തിയ ഡോക്ടർ പാസ്പോർട്ട് ശേഖരിച്ചു പോയതായി വിവരം ലഭിച്ചു. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. വെടിവെപ്പുണ്ടാകുന്നതിന് മുൻപ് തന്നെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചിരുന്നു. വെടിവെപ്പിനെക്കുറിച്ച് മുൻകൂർ വിവരം അറിയാനിടയായത് എങ്ങനെയെന്ന് വിളിച്ചുവരുത്തി മൊഴിയെടുത്തുവെങ്കിലും തൃപ്തികരമായ മറുപടിയുണ്ടായില്ല. ഇതോടെ ഡോക്ടർ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായി. മലയാളത്തിൽ ഏതാനും സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഡോക്ടർക്ക് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പെരിയാർ തീരത്ത് ആലുവ ക്ഷേത്രത്തിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 2 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹം പുരുഷന്റേതാണെന്ന് പോലീസ് അറിയിച്ചു. 50 വയസ്സ് തോന്നിക്കുന്ന ആളുടേതാണ് മൃതദേഹം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. അപകട മരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം ആര്യങ്കാവിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രഥമാധ്യാപകൻ അറസ്റ്റിൽ. കുളത്തുപുഴ സ്വദേശി മുഹമ്മദ് ബുഷറിനെയാണ് തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കേസിനാസ്പദമായ സംഭവം. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടി സ്കൂളിൽ കുസൃതി കാണിച്ചുവെന്ന പേരിൽ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സഹോദരിയെ പ്രധാനാധ്യാപകൻ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പെൺകുട്ടി സ്കൂളിലെത്തുമ്പോൾ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയം ഇയാൾ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഇക്കാര്യം പെൺകുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയും തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതിനിടെ കായംകുളത്തേക്ക് കടന്ന പ്രധാനാധ്യാപകൻ അവിടെ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അടിയന്തര ചികിത്സയ്ക്ക് ശേഷം പ്രതി മുഹമ്മദ് ബുഷറിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കെതിരെ പോക്സോ നിയമമനുസരിച്ച് കേസെടുത്തുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ നേരത്തെയും സമാന കേസുകൾ നിലവിലുണ്ടായിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കൊല്ലം. ചിതറയിലെ CPM പ്രവർത്തകൻ ബഷീറിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന പ്രതി ഷാജഹാൻ പകരം വീട്ടാനാണ് ബഷീറിന്റെ വീട്ടിലെത്തിയതെന്നും പ്രതി തെളിവെടുപ്പിനിടെ വെളിപ്പെടുത്തി. ഷാജഹാൻ കോൺഗ്രസുകാരനല്ലെന്ന് സഹോദരൻ സലാഹുദ്ദീൻ പറഞ്ഞു. രാഷ്ട്രീയ വിരോധവും വ്യക്തിവൈരാഗ്യവും മൂലമാണ് ഷാജഹാൻ ബഷീറിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. ഇതിൽ വ്യക്തിവൈരാഗ്യം സാധൂകരിക്കുന്നതാണ് പ്രതി ഷാജഹാന്റെ കുറ്റസമ്മതം. കൊല്ലപ്പെട്ട ബഷീറുമായി വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. പക തീർക്കാനാണ് ബഷീറിനെ കുത്തിയത്. കൊല്ലാൻ തന്നെയാണ് എത്തിയതെന്നും ഷാജഹാൻ പറയുന്നു. ഷാജഹാൻ കോൺഗ്രസുകാരനല്ല എന്നാണ് സഹോദരൻ സുലൈമാൻ പറയുന്നത്. കുടുംബത്തിലെല്ലാവരും CPM അനുഭാവികളാണ്. നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അല്ല, ഇയാളിപ്പോൾ ഈ ഒരു വകുപ്പ് വന്നപ്പോൾ അയാളെ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കിയത് അത് അവർക്ക് ഇപ്പം എന്തോ മുതലെടുക്കാനുള്ള ഒരു വകുപ്പിന്. ബഷീറിന്റെ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. കോൺഗ്രസ്സുകാരനല്ല എന്ന് വാദിക്കുന്ന ആള് കോൺഗ്രസ്സുകാർ അയാളെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാതിരുന്നാൽ മതി. മുൻമന്ത്രി PK ഗുരുദാസൻ കൊല്ലപ്പെട്ട ബഷീറിന്റെ വീട് സന്ദർശിച്ചു. പ്രാദേശിക CPM നേതാക്കളും ഗുരുദാസനൊപ്പം ഉണ്ടായിരുന്നു. ബഷീറിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് വ്യക്തം. രാഷ്ട്രീയ വൈരാഗ്യം കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ചിതറയിൽ നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ അത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന സമീപനം ശരിയല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ചിതറയിലെ ബഷീറിന്റെ കൊലപാതകത്തിന് രാഷ്ട്രീയ വൈരാഗ്യവും കാരണമായിട്ടുണ്ട്. പകയും വിദ്വേഷവും ഉള്ളിൽ കിടന്ന രാഷ്ട്രീയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. ചിതറയിൽ നടന്നിട്ടുള്ളത് കൊലപാതകമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഒരാളെ കൊല്ലണം തോന്നി പോയി കുത്തിക്കൊല്ലുന്നു, വെറുതെ അങ്ങ് കൊല്ലുമോ? ആ കാര്യങ്ങളെക്കുറിച്ച് വന്നിടത്തോളമുള്ള റിപ്പോർട്ട് വെച്ചുകൊണ്ട് പകയും വിദ്വേഷവും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ പകയ്ക്കും വിദ്വേഷത്തിനും കാരണമാണ് ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയമായ ചിന്തകളും എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് പെരിയയിൽ നടന്നത്. ഇത് CPMക്കാർ കൊലയപ്പെട്ടാൽ അത് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമല്ല, അതെന്തോ വ്യക്തിപരമായ ഒരാൾക്ക് തോന്നിയിട്ട് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ കുത്തിക്കുന്നു.
ആ സമീപനമാണ് തെറ്റ്. CPIM എല്ലാ കൊലപാതകങ്ങൾക്കും എതിരാണ്. കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. മൗണ്ട് ലാവർ കമ്പനിയുടെ സ്റ്റാർച്ച് സ്പ്രേക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഉൽപ്പന്നമാണ് ക്വീനി ഡിഷ് വാഷ്. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രാസപദാർത്ഥങ്ങൾ ചേർത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്ന ഡിഷ് വാഷാണ് ക്വീനി ഡിഷ് വാഷ് എന്ന് മൗണ്ട് ലാവർ കമ്പനി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറഞ്ഞ പതയും കൂടുതൽ വൃത്തിയുമാണ് ക്വീനി ഡിഷ് വാഷിന്റെ പ്രത്യേകതയെന്ന് മാനേജിംഗ് ഡയറക്ടർ പി ഷംനാസ് വ്യക്തമാക്കി. ിൽ കോൺഗ്രസുമായി നീക്കുപോക്കിന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി. CPMന്റെ 2 സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല. റായ്ഗഞ്ചിലും മുർഷിദാബാദിലുമാണ് സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസ് നീക്കുപോക്കുണ്ടാക്കുക. നീക്കുപോക്കിന് തയ്യാറെന്ന് കോൺഗ്രസ് CPMനെ അറിയിച്ചതായാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ്? ബംഗാളിൽ ഏറെ നാളായി നടക്കുന്ന ചർച്ചകൾക്കൊടുവിലാണ് CPMും കോൺഗ്രസുമായി നീക്കുപോക്കിന് വഴി തെളിയുന്നത്. സീറ്റ് വിഭജനം കീറാമുട്ടിയാകുന്ന സാഹചര്യത്തിൽ ഈ സീറ്റ് ധാരണ ഒരുപക്ഷെ ഉണ്ടാകില്ലെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഡൽഹിയിൽ ചേർന്ന 2 ദിവസങ്ങളിലായി നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് നീക്കുപോക്കിന് അനുമതി നൽകിയിരിക്കുന്നത്. CPMന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ CPMും മറ്റ് ഇടത് പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ഇതാണ് ഈ നീക്കുപോക്കിന്റെ അടിസ്ഥാനം. CPMന് നിലവിൽ സിറ്റിംഗ് സീറ്റായ റായ്ഗഞ്ച്, മുർഷിദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തിയേക്കുമെന്ന സൂചന ഉണ്ടായതോടെയാണ് നേരത്തെ ഈ ചർച്ചകൾ തന്നെ ഫലപ്രാപ്തിയിലെത്താതെ പോയിരുന്നത്. റായ്ഗഞ്ചിൽ PB അംഗം മുഹമ്മദ് സലീമാണ് മത്സരിക്കുന്നത്. മുഹമ്മദ് സലീമിനെതിരെ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യ ദീപാദാസ് മുൻഷി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടിരുന്നത്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി തന്നെ അംഗീകാരം നൽകിയത് കോൺഗ്രസിന്റെ കൂടി ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീക്കുപോക്കിന് കോൺഗ്രസും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളതായാണ് വിവരം. ഇതോടുകൂടി കോൺഗ്രസിന്റെ 4 സീറ്റിൽ ഇടത് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ഫോർവേഡ് ബ്ലോക്കും ഈ RSPയും CPയും അടക്കമുള്ള പാർട്ടികൾ ഈ ധാരണയ്ക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 7 സീറ്റുകളിലായിരിക്കും നീക്കുപോക്ക് ആകെ ഉണ്ടാവുക. ശരി, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഏറ്റുമാനൂർ പേരൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സഹോദരങ്ങളായ 2 പേർ മരിച്ചു. പേരൂർ സ്വദേശികളായ അനു, നീനു എന്നിവരാണ് മരിച്ചത്. ഇവരുടെ അമ്മ ലജിയെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാൽനട യാത്രക്കാരായി ഇവർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും G ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. പട്ടിത്താനം മണർകാട് ബൈപ്പാസിൽ പേരൂർ കണ്ടഞ്ചിറയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നിയന്ത്രണം വിട്ട കാറ് ഈ വഴിയാത്രക്കാരായ 3 പേരിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അമ്മയും 2 മക്കളുമാണ് ഈ അപകടത്തിൽ ആദ്യം പരിക്കേൽക്കുകയും ഇതിൽ മക്കളായ 2 അന്നു 19 വയസ്സുകാരിയായ അന്നു, ഒപ്പം തന്നെ 16 വയസ്സുകാരിയായ നീനുവും മരിക്കുകയായിരുന്നു. അമ്മ ലജിക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വേഗത്തിൽ വന്ന കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. എന്തായാലും അമ്മയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ കാർ നിയന്ത്രണം വിട്ട സഹോദരങ്ങൾ മരിച്ച വിവരങ്ങളാണ് G ശ്രീജിത്ത് നൽകിയത്.